ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു മസ്ജിദിനെ ചുറ്റിപ്പറ്റി വലിയ കോലാഹലം നടക്കുന്നുണ്ട്. അവിടെ ഒരു മാർക്കറ്റിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, പിന്നെ റോഹിംഗ്യൻസിനെ നാട് കടത്തുക എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ഒരു പള്ളി അനധികൃതമായി നിർമ്മിച്ചത്, പള്ളിയല്ല മസ്ജിദ്, പൊളിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പത്രങ്ങളിലൊന്നും കാണുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഹിമാചൽ പ്രദേശിൽ നടക്കുന്നത്? ഇന്ന് ദേശീയ ചാനലിൽ ഒരെണ്ണത്തിൽ CNN അതാണ് അതിൻ്റെ ഒരു തമാശ. അതിൽ ഈ പ്രക്ഷോഭം ഗംഭീരമായിട്ട് കാണിച്ചിരുന്നു. ഒരുമാതിരി ജനങ്ങൾ മുഴുവൻ ഹിമാചൽ പ്രദേശ്, ഷിംല ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ് സഞ്ജൗലി എന്ന് പറയുന്ന സ്ഥലം. ഒരുമാതിരി ജനങ്ങൾ മുഴുവൻ ഇറങ്ങി തെരുവിലുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ച് ബാരിക്കേഡ്സ് കുറെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 2 ബാരിക്കേഡുകളും ഞാൻ കാണുമ്പോൾ പൊളിച്ചിട്ടുണ്ട് ജനം. അതുപോലെ ജനം തള്ളി. അടുത്തത് ഈ നിയമസഭയിൽ മന്ത്രി പറഞ്ഞു, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തു, ഈ മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടാണ്, ഇല്ലീഗലായിട്ടാണെന്ന് പറയുകയും ചെയ്തു എന്നൊരു വാർത്തയും ഞാൻ കണ്ടിരുന്നു. വഖഫ് ബോർഡ് പക്ഷേ ഇത് ലീഗലാണെന്നൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് തെളിവൊന്നുമില്ല എന്നുള്ളത് ഇനി ഉള്ള ഭാഗത്ത് മനസ്സിലാവും. ഈ മോസ്ക് സഞ്ജൗലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഷിംല ജില്ലയിൽ തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഷിംലയിൽ നിന്ന് വലിയ ദൂരമില്ല അർത്ഥം. ഒരു സബ് ഡിവിഷനാണ് അത് സഞ്ജൗലി. കഴിഞ്ഞ മാസം ഈ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കം 2 വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പ് ഒരു തർക്കം ഉണ്ടായില്ലേ സാർ? ഒരു കടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വരാൻ പോകണം. ആ തർക്കം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ അകത്ത് കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ പള്ളിക്ക് 4-5 നിലകളുണ്ടല്ലേ? 5 നില. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അനധികൃതമായിട്ട് 4 നില പണിതു. രേഖകളൊന്നുമില്ല അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാരാകുമ്പോൾ രേഖയുടെ ഒന്നും ആവശ്യമൊന്നും, കോൺഗ്രസ് ഭരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേറെ ആളുകൾ, ഈ സിംലക്കാരോ ഹിമാചലികളോ ഒന്നും അല്ല, റോഹിംഗ്യൻസ് എന്ന് തന്നെ പറയുന്നത്. അവർ താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ആളുകളുമായിട്ടാണ് ഈ കടക്കാരന് തർക്കം വരുന്നത്, ഹിന്ദു ആയിട്ടുള്ള ആളിന്. അപ്പോൾ അങ്ങനെ തർക്കം വന്നിട്ട് ഇത് പ്രശ്നമായി. ഈ തർക്കം എന്ന് പറയുന്നത് കടക്കാരോട് തർക്കോടെ കടയിൽ ചെന്ന ഒരു സ്ത്രീയെ അടിക്കുകയോ അങ്ങനെ എന്തല്ലേ സംഭവം? അതെ, ചെരുപ്പ് കടയിലോ മറ്റോ? അതെ, ചെരുപ്പ് കടയിൽ. എന്നിട്ട് തർക്കം ഉണ്ടായി, അവരെ പിടിച്ച് തള്ളി. ഈ ഒക്യുപ്പൻസ്, റോഹിംഗ്യൻ എന്ന് പറയുന്ന ഈ പള്ളിയിൽ താമസിക്കുന്ന ഒരാൾ, ഒരു കടയിലെ ജോലിക്കാരനാണ്, ചെരുപ്പ് വാങ്ങാൻ ചെന്ന സ്ത്രീയുടെ കവളത്തടിച്ചു. അതെ, അതിനെ തുടർന്നാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കൊരു വികാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വികാരം അങ്ങനെ മാത്രമല്ല പ്രകടിപ്പിക്കേണ്ടത്, ഈ മൊത്തം സ്ട്രക്ചർ പൊളിച്ചു കളയണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ഈ റോഹിംഗ്യൻസ് താമസിക്കുന്നു, അവർ തദ്ദേശവാസികളെ ആക്രമിക്കുന്നു, അവരെ കൊണ്ടുപോയി താമസിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയിരിക്കുന്ന പള്ളിക്കെട്ടിടം. അതെ, അതിനുവേണ്ടി കൂടുതൽ നിലകൾ അവിടെ പണിതിരിക്കുന്നു. എല്ലാം ഇല്ലീഗലാണ്. ആ സ്ഥലവും ലീഗലല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രക്ഷോഭം. അത് ഈ വെറുതെ ആവശ്യമില്ലാതെ ഈ തല്ലാൻ പോയതിൻ്റെയാണ് ഹിന്ദു സ്ത്രീയെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ അടുത്തുള്ള ചൗര മൈതാൻ, അവിടെ ഈ ഹിന്ദുക്കളെല്ലാം കൂടി പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു, പ്രക്ഷോഭം. അത് ഹിന്ദു ജാഗരൺ മഞ്ച് സംഘടിപ്പിച്ചതായിരുന്നു. അതിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് കമൽ ഗൗതം പറഞ്ഞിട്ടുണ്ട്, വരത്തന്മാർക്ക് അഭയം കൊടുക്കുന്ന സ്ഥലമാണിപ്പോൾ ഈ പള്ളി എന്ന് അദ്ദേഹം പറയുണ്ടായി കഴിഞ്ഞ ദിവസം. എന്നിട്ട് അവരെ കൊണ്ട് പാർപ്പിച്ചിട്ട് വെറുതെ ഹിന്ദുക്കളെ ആക്രമിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മുസ്ലിം വിരുദ്ധ സമരമല്ല. ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ പോലും അല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരായ ആളുകളെ അവിടെ താമസിപ്പിക്കുന്നു, ഒന്നാമത്തെ കുറ്റം. ഈ പള്ളിയുടെ മുകളിലേക്ക് നിലകൾ കെട്ടിയത്, അതിനും നിയമവിരുദ്ധമായി കിട്ടിയത് അതിലും വലിയ കുറ്റം. മൂന്നാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുഴഞ്ഞു കയറി വന്ന് താമസിച്ച ആളുകൾ തദ്ദേശവാസികളെ ആക്രമിക്കുന്നു. സുനിലെ, ഈ ബംഗാൾ, അസം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറേ ആളുകളെ പാർപ്പിച്ചിട്ട് ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു, ജനസംഖ്യ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശും. കാരണം ഇവരൊക്കെ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പൊരിക്കൽ കുറെ കാലം ഹിമാചലിൽ പോയി
ഇഷ്ടംപോലെ ആളുകളുമായിട്ട് സംസാരിക്കുകയും നല്ല സ്ഥലമാണ് ദേവഭൂമി എന്നറിയപ്പെടുന്നത്. പറയുന്നത്. ആ നമ്മുടെ NT രാമറാവുവിനെ പുറത്താക്കി ഒരു രാംലാൽ ഗവർണർ ഓർക്കുന്നില്ലേ? ആ രാംലാൽ മത്സരിക്കുമ്പോൾ ഞാൻ കുറേ നേരം രാംലാലിൻ്റെ കൂടെയൊക്കെ സന്ദർശിച്ചു. അപ്പോൾ രാംലാലിൻ്റെ ഒരു സഹായി എന്നോട് പറഞ്ഞിരുന്നു, സാറാ ഇന്നലെ മറ്റേ NT രാമറാവുവിനെ പുറത്താക്കിയ കാര്യമൊന്നും അദ്ദേഹത്തിനോട് ചോദിക്കരുത്. ഗവർണറായ ശേഷം ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മത്സരിക്കുക. പക്ഷെ നമ്മുടെ വായനക്കാർക്ക് അതും കൂടി അറിയേണ്ടി വരില്ല. ഇയാളെന്ത് എങ്ങനെയാണ് അത് ചോദിക്കാത്തതെന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇതെന്തുകൊണ്ടാണ്? അത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്തതാണോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് രാംലാൽ എഴുന്നേറ്റു. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. അവസാനത്തെ ചോദ്യം ആയത് നന്നായി. അതെ, അത് നമുക്കറിയാമല്ലോ. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് ആ റിപ്പോർട്ട് അവസാനിക്കുന്നത്. അയാൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പട്ടാളോ അതുപോലത്തെ വലിയ ഫോഴ്സൊക്കെ സ്ഥലത്തുണ്ട്. ആൾക്കൂട്ടം മുഴുവൻ തെരുവില്ല. ഈ ബംഗാളിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഹിമാചലിൽ നിൽക്കുന്നത്. കാരണം ഈ റോഹിംഗ്യകളെ ഇറക്കി കളിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഷിംല മജിസ്ട്രേറ്റ് ഇപ്പോൾ BNS 163 വെച്ചിട്ടുള്ള നിരോധനാജ്ഞയൊക്കെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്തും കൂട്ടം കൂടി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടായേ നമുക്ക് പറയാം. ഓഗസ്റ്റ് 30-ാം തീയതി ആ പള്ളിക്കകത്തുള്ള 1 ഡസൻ ആളുകൾ ഒരു കച്ചവടക്കാരനെ ആക്രമിക്കുന്നു. പിന്നെ മല്യാന എന്ന് പറഞ്ഞ മേഖലയിൽ ആദ്യം ഒരു കച്ചവടക്കാരനെ, പിന്നെ വേറെ കച്ചവടക്കാരെയൊക്കെ ആക്രമിക്കുകയാണ്. കുറേ സംഭവങ്ങളുണ്ടായില്ലേ? ആ മോസ്കിൽ നിന്ന് വന്ന ആളുകൾ അതിനുവേണ്ടിയാണല്ലോ അവരെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഹിമാചലിൽ നിന്ന് തന്നെയുള്ള ന്യൂനപക്ഷം ആക്രമിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അറിയുന്ന ആളാണല്ലോ. പുറത്തുനാളെ കൊണ്ടുവന്നേക്കാം. കൂലിപ്പട്ടാളം ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുകയാണ്. എന്നിട്ട് ആ കച്ചവടക്കാർ ഇവര് വടികൾ, ഇരുമ്പ് ദണ്ടുകൾ അതൊക്കെ ആയിട്ടാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യക്കാർ പോലും അല്ലെന്ന് ഓർക്കണം. അല്ല, ഈ യശ്പാൽ സിംഗ് എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ മല്യാന ഈ ഷിംലയ്ക്കടുത്ത് കസുംതി എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ള ആളാണ് ഈ യശ്പാൽ സിംഗ്. ആദ്യം ഇവർ ആക്രമിച്ച കച്ചവടക്കാരൻ. അപ്പോൾ യശ്പാൽ സിംഗ് കൊടുത്ത പരാതി കൊണ്ടൊരു FIR രജിസ്റ്റർ ചെയ്തു. അതിലുള്ള പേരുകൾ, പ്രതികളുടെ പേരുകൾ: ഗുൽ നവാസ് 32, സരിഖ് 20, സൈഫ് അലി 23, രോഹിത് 23, റിഹാൻ 17, സമീർ 17. റിഹാൻ ഇത്രയും പേര്. ഇവർ മുസഫർ നഗറിലാണ് താമസിച്ചിരുന്നത്, ഉത്തർപ്രദേശിൽ. അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൽ റിഹാൻ മാത്രം ഡെറാഡൂണിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഈ മാസം ആദ്യം യശ്പാൽ കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് ഈ BJP പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ, ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകർ, ഇവരെല്ലാം ചേർത്ത് മോസ്കിൻ്റെ മുമ്പിൽ പോയി ചോദ്യം ചെയ്തു, പ്രതിഷേധിച്ചു. ഇതെന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു അനധികൃത കെട്ടിടം പണിതിരിക്കുന്നത്? അങ്ങനെ പണിതിട്ട് തന്നെ ഭരത്തന്മാരെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വലിയൊരു ആൾക്കൂട്ടം പ്രതിഷേധിച്ചു. ഹിന്ദു ആൾക്കൂട്ടമാണ്, പക്ഷെ പല പാർട്ടിക്കാരും അതിലുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ആവശ്യപ്പെട്ടു ഭരണകൂടം ഈ പള്ളി റെയ്ഡ് ചെയ്യട്ടെ, എന്നിട്ട് ഈ FIR-ൽ പേരുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യട്ടെ. ഒരു FIR ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അറസ്റ്റൊന്നും നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ കീഴിൽ. എന്നിട്ട് അവിടുത്തെ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനുപം കശ്യപ് ഉറപ്പ് നൽകി ചെയ്തോളാം. എന്നിട്ട് ഇവർ അങ്ങോട്ട് പോയി. അപ്പോൾ റൂറൽ ഗ്രാമീണ പഞ്ചായത്ത് രാജ് മന്ത്രി അനിരുദ്ധ് സിംഗ് പറഞ്ഞു, സർക്കാർ ഭൂമിയിൽ ആണ് പള്ളി പണിതിരിക്കുന്നത്. അതെ, ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്, നിയമവിരുദ്ധമായി പണിതിരിക്കുന്നത്. 14 കൊല്ലമായിട്ട് ഇതിൻ്റെ കേസുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ സബ്ജുഡീസ് ആണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട എന്നുള്ള മട്ടിൽ. ആ മോസ്കിൻ്റെ മൗലവി ഷഹ്സാദ് ഇമാം പറഞ്ഞു 1947 മുതലുള്ളതാണ്
ഈ കെട്ടിടം. അത്ര പുതിയതൊന്നുമല്ല. 2007 ശേഷം ഞങ്ങൾ കുറച്ച് പരിഷ്കരിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് മൗലവിയും പറഞ്ഞിട്ടുണ്ട്. 2010 ഈ മോസ്കിനെതിരെ കേസെടുത്ു. അത് അനധികൃത കെട്ടിടമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 14 കൊല്ലമായി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അനധികൃത കെട്ടിടമാണെന്ന് പറഞ്ഞിട്ട് 2010 കേസ് എടുത്തിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി നിലകൾ അവിടെ പണിതുകൊണ്ടിരുന്നു. സർക്കാരിൻ്റെ ഒത്താശയോടെ. അതപ്പോൾ നിയമവിരുദ്ധമാണെന്ന് കോടതിയിൽ കേസ് വെക്കില്ല. അനധികൃതമാണ് താഴത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കേസിരിക്കുമ്പോഴാണ് 4 നില മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് മുനിസിപ്പൽ ആ കോർപ്പറേഷനിലുള്ളവർ 44 തവണ, എനിക്ക് തോന്നുന്നത് ഈ ലെവലിൻ കെസിനോട് അടുത്ത് വരുന്നു തോന്നുന്നു, നോട്ടീസ് കൊടുത്തായിരിക്കും. അതെ, 44 തവണ കേട്ടു. ഇതിനെപ്പറ്റി ഒരു നടപടിയും ആ കാര്യത്തിൽ കോർപ്പറേഷൻ സ്വീകരിച്ചില്ല. കേട്ടു, നോട്ടീസൊന്നും കൊടുത്തില്ല, ഒന്നും കേട്ടു, അത്രയേ ഉള്ളൂ. പ്രമേയം ഒന്നും പാസ്സാക്കിയില്ല അതിനെപ്പറ്റി. ഓരോ സർക്കാർ വരുമ്പോഴും ഇതിൻ്റെ കേസ് ഇങ്ങനെ വരാറുണ്ട്. ഇത് ഇപ്പോൾ വഖഫ് ബോർഡ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ്. അത് ശരി. അപ്പോൾ പുതിയ സംരക്ഷകർ വന്നു. വഖഫ് ബോർഡിന് ഏത് ഭൂമിയും ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടാമല്ലോ, സർക്കാർ ഭൂമിയാണെങ്കിൽ പോലും എന്ന് കോടതിയിൽ ഇവരെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നിയമപ്രകാരമാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് എന്നും വഖഫ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു രേഖയും അത് തെളിയിക്കാനായിട്ട് വഖഫിൻ്റെ ആണെങ്കിൽ ഒരു നിയമവും പാലിക്കണ്ട, ഒരു ലൈസൻസും വേണ്ടെന്നായിരിക്കും. അങ്ങനെ ആയിരിക്കും അവരെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവുക. വഖഫ് എന്ന് പറഞ്ഞാൽ അവരാണല്ലോ, അവരുടെ രാജ്യം മുഴുവൻ അവരുടെയാണല്ലോ. അത് നേരത്തെ വഖഫ് നിയമം ഇപ്പോൾ നമ്മൾ അത് ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും അത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതെ, അതിന് മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഭേദഗതി ചെയ്തപ്പോൾ വഖഫ് ബോർഡ് ഏത് സ്ഥലം അവരുടെയാണെന്ന് പറഞ്ഞാലും മറ്റേ എതിർ സ്ഥാനത്തുള്ളവർ തെളിയിക്കണം ഇത് ഞങ്ങളുടെയാണ്. അതെ, അവർക്കായിട്ട് എവിക്ഷൻ നോട്ടീസ് കൊടുക്കാം. ഹൈദരാബാദിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലൊക്കെ മാരിയറ്റ് അല്ല, ബീഹാറിലെ പാറ്റ്നയ്ക്കടുത്തുള്ള ഗോവിന്ദപൂർ ഗ്രാമം മുഴുവൻ അവരുടെയാന്ന് പറഞ്ഞു. പിന്നെ ഷാ ഷൂജിൻ മറ്റേ മുഗൾ രാജാക്കന്മാരുടെ ചില സ്മാരകങ്ങളൊക്കെ ഞങ്ങളുടെയാണ്. ഏതായാലും ഇതാണ് ഹിമാചൽ പ്രദേശിൽ നടക്കുന്നത്. അതിനകത്തൊരു വർഗീയ കലാപം അല്ല. ആ നാട്ടിലെ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പക്ഷമാണ്. ജീവിക്കാനായിട്ട് വരത്തന്മാർ സമ്മതിക്കുന്നില്ല. ഇന്ത്യക്ക് പുറത്തു വന്ന ആളുകളെ അവിടെ ഒരു പള്ളി, അനധികൃതമായി നിർമ്മിച്ച പള്ളിയിൽ താമസിപ്പിച്ച് മാറ്റാനായിട്ട് അവിടെ കൊണ്ടുവന്ന് അവർ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതാണ് പ്രശ്നം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പത്രങ്ങളിൽ ഇതുവരെ വാർത്ത വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രക്ഷോഭം പൂർത്തിയാവുകയാണെങ്കിൽ ഹിമാചലിൽ ഒരു പള്ളി പൊളിക്കാൻ ഹിന്ദുത്വവാദികളുടെ നീക്കം എന്നും പറഞ്ഞ് വാർത്തയായിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരാം. അതൊരു ന്യൂനപക്ഷത്തിനെതിരെ അക്രമം വരാം. അതിനു മുമ്പ് എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. ഇതാണ് ഹിമാചലിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.